വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ATM തട്ടിപ്പ് കേസിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. തലസ്ഥാനത്തെ 4 ATMകളിൽ കൂടി തട്ടിപ്പ് നടത്താൻ റുമേനിയൻ സംഘം ശ്രമിച്ചതായി പ്രതി ഗബ്രിയേൽ മരിയന്റെ മൊഴി. SBTയുടെ സ്റ്റാച്യു, ഹൗസിംഗ് ബോർഡ് ATMകൾ, ഓറിയന്റൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ ATMകളിലാണ് തട്ടിപ്പിന് ശ്രമിച്ചത്. കൂടാതെ തായ്ലൻഡിലും ജപ്പാനിലും സംഘം സമാനമായ തട്ടിപ്പ് നടത്തിയതായും പോലീസ് കണ്ടെത്തി. തിരുവനന്തപുരം നഗരത്തിൽ 4 കൂടി ATM തട്ടിപ്പിന് റുമാനിയൻ സംഘം ശ്രമിച്ചതായാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. കസ്റ്റഡിയിലുള്ള പ്രതി ഗബ്രിയേൽ മറിയനാണ് പോലീസിന് ഇത് സംബന്ധിച്ചുള്ള മൊഴി നൽകിയത്. SBTയുടെ ഹൗസിംഗ് ബോർഡ് സ്റ്റാച്യു ATMകളിലും ഹൗസിംഗ് ബോർഡിലുള്ള ഓറിയന്റൽ ബാങ്കിന്റെയും തമ്പാനൂർ മേൽപ്പാലത്തിന് സമീപമുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATMലുമാണ് തട്ടിപ്പിന് പ്രതികൾ പദ്ധതിയിട്ടത്. എന്നാൽ തട്ടിപ്പിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഗബ്രിയേൽ മറിയനെ ഈ ATMകളിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്തു. തായ്ലൻഡിലും ജപ്പാനിലും സമാന തട്ടിപ്പ് നടത്തിയെന്ന് ഗബ്രിയേൽ മറിയൻ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് വെളിപ്പെടുത്തി. തായ്ലൻഡിൽ വിവിധ ATMകളിൽ നിന്നായി 70 കോടി രൂപയാണ് സംഘം തട്ടിയത്. ജപ്പാനിൽ നിന്നും ഇതിലും കൂടുതൽ തുകയുടെ തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. അന്വേഷണത്തിൽ പുറത്തുവന്ന പുതിയ വിവരങ്ങൾ സംസ്ഥാന പോലീസ് ഇന്റർപോളിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം വെള്ളനാട് മിത്രനികേതനിൽ സ്ത്രീകളുടെ വിശ്രമമുറിയിൽ ഒളിക്യാമറ കണ്ടെത്തി. ഒളിക്യാമറയ്ക്കൊപ്പം ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡറും പോലീസ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തു. റിപ്പോർട്ടിലേക്ക്. കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ സ്ത്രീകളുടെ വിശ്രമമുറിയിൽ മുകളിൽ നിന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു ക്യാമറ സ്ഥാപിച്ചിരുന്നത്. ക്യാമറ ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ വിവരം അധികൃതരെ അറിയിച്ചു. തുടർന്ന് ഇവർ ആരനാട് പോലീസിനെയും വിവരം അറിയിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ക്യാമറയാണെന്ന് ബോധ്യമായത്. മിത്രനികേതനിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ് ഇതിന് പിന്നിലെന്ന് ജീവനക്കാർ പറഞ്ഞു. ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു സ്ഥാപനമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതും. അത് മാനസികമായിട്ട് ഞങ്ങളെയും തളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സ്ത്രീകൾക്കും അത് മാനസികമായിട്ട് ആഘാതം തന്നെ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങളത് വിമൻസ് സെല്ലിൽ ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ആരനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറിയും മത്സ്യഫെഡ് ഡയറക്ടറുമായ VR വിദ്യാസാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും നരഹത്യയ്ക്കും ബേക്കൽ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു. വിദ്യാസാഗറെ ഹോസ്ദുർഗ് കോടതി റിമാൻഡ് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് കാഞ്ഞങ്ങാട് കാസർഗോഡ് KSTP റോഡിൽ തൃക്കണ്ണാട് വെച്ചാണ് DCCI ജനറൽ സെക്രട്ടറി VR വിദ്യാസാഗർ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടാക്കിയത്. ബേക്കൽ തമ്പ്രാൻ വെളുപ്പ് സ്വദേശിയും ബേക്കൽ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയുമായ പ്രശാന്താണ് അപകടത്തിൽ മരിച്ചത്. സുഹൃത്തുക്കളായ വിജയ്, ശരത്, ജിത്തു എന്നിവർക്കും സാരമായി പരിക്കേറ്റു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ VR വിദ്യാസാഗർ മത്സ്യഫെഡ് ഡയറക്ടറുമാണ്. വിദ്യാസാഗർ തന്നെയാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാൾ മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ ആരോപിച്ചു. അപകടമുണ്ടായ ഉടൻ മത്സ്യഫെഡ് ഡയറക്ടർ എന്ന ബോർഡ് മാറ്റാനും കാറിലുണ്ടായിരുന്ന മദ്യക്കുപ്പികൾ ഒഴിവാക്കാൻ ശ്രമിച്ചതായും നാട്ടുകാർക്ക് പരാതിയുണ്ട്. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. ഒടുവിൽ വിദ്യാസാഗർ പോലീസിൽ കീഴടങ്ങിയാണ് ഉണ്ടായത്. ഇയാൾക്കെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും നരഹത്യയ്ക്കും ബേക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇസ്ലാമിക് സ്റ്റേറ്റ് കേരളത്തിൽ തീവ്രവാദ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ദില്ലി എയർപോർട്ടിൽ പിടിയിലായ യാസ്മിൻ അഹമ്മദിന്റെ മൊഴി. NIA നടത്തിയ ചോദ്യം ചെയ്യലാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തീവ്രവാദ പ്രവർത്തനം വ്യക്തമാക്കുന്ന അതീവ ഗൗരവമായ മൊഴി ലഭ്യമായത്. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് 40 പേരെ റിക്രൂട്ട് ചെയ്തുവെന്നും യാസ്മിൻ അഹമ്മദ് പറയുന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് യാസ്മിൻ അഹമ്മദ്. ജിഹാദ് പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് 40 പേരെ റിക്രൂട്ട് ചെയ്തു. കേരളത്തിൽ പലയിടത്തും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ രഹസ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. തീവ്രവാദ ഗ്രൂപ്പായ ദയേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റിനു വേണ്ടി നടത്തിയ രഹസ്യ ക്യാമ്പുകളിൽ പങ്കെടുത്ത ചിലരെ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് തൃക്കരിപ്പൂരിലും അബ്ദുൾ റാഷിദിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് നടത്തി. ഇവരുടെ നീക്കങ്ങൾ NIA നിരീക്ഷിച്ചു വരികയാണെന്നും NIA വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് മലയാളികളെ റിക്രൂട്ട് ചെയ്ത കേസിലാണ് യാസ്മിൻ അഹമ്മദ് പിടിയിലായത്. ഓഗസ്റ്റ് 2-നാണ് ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് യാസ്മിനെ കേരള പോലീസിന്റെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. കാബൂൾ വഴി ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ചേരാൻ പോകുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ബീഹാർ സ്വദേശിനിയായ യാസ്മിൻ അഹമ്മദ് 3 വർഷം മുമ്പാണ് കേരളത്തിലെത്തിയത്. ഇതിനുശേഷം മലപ്പുറത്തെ പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തു. ഇതിനിടെ സ്കൂൾ അക്കൗണ്ട് വഴി ലക്ഷങ്ങൾ മാറിയെടുക്കുകയും ചെയ്തു. ഇതും NIA അന്വേഷിക്കുന്നുണ്ട്. മലപ്പുറത്തെ സ്കൂളിൽ അധ്യാപികയായിരിക്കെയാണ് കാസർഗോഡുകാരനായ അബ്ദുൾ റാഷിദിനെ പരിചയപ്പെടുന്നത്. പീസ് ഇന്റർനാഷണൽ സ്കൂളിലാണ് അബ്ദുൾ റാഷിദും ജോലി ചെയ്തിരുന്നത്.
21 മലയാളികളുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് കേസിൽ പ്രധാന കണ്ണിയാണ് അബ്ദുൾ റാഷിദ് എന്നും NIA പറയുന്നു. ന്യൂസ് ഡെസ്ക്. കലാഭവൻ മണിയുടെ മരണകാരണം കണ്ടെത്താനായില്ല എന്ന പോലീസ് റിപ്പോർട്ടിൽ ബന്ധുക്കൾക്ക് അതൃപ്തി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മണിയുടെ ഭാര്യയും സഹോദരനും മനുഷ്യാവകാശ കമ്മീഷന് ആക്ഷേപം സമർപ്പിച്ചു. പോലീസ് പലരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. ആക്ഷേപങ്ങൾ DGPയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പാവപ്പെട്ട രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ വിതരണം ചെയ്യാനായി സർക്കാർ ആരംഭിച്ച കാരുണ്യ ഫാർമസിയിൽ ലക്ഷങ്ങളുടെ മരുന്ന് തട്ടിപ്പ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാരുണ്യ ഫാർമസിയുടെ വെയർഹൌസിൽ നിന്നും കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് 10 ലക്ഷത്തിന്റെ മരുന്നുകളാണ് മോഷണം പോയത്. അതേസമയം കുറ്റക്കാരനും കോൺഗ്രസുകാരനുമായ ജീവനക്കാരനെ സംരക്ഷിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായാണ് ആക്ഷേപം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാരുണ്യ ഫാർമസിയുടെ വെയർഹൌസിലാണ് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ലക്ഷങ്ങൾ വില വരുന്ന മരുന്നുകൾ ചില ജീവനക്കാർ തന്നെ കടത്തിക്കൊണ്ടുപോയത്. സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളുമായി ചേർന്ന് വെയർഹൌസിലെ ജീവനക്കാരനായ INTUC നേതാവും ഇയാളുടെ തൽപരകക്ഷികളായ മറ്റ് ചില ജീവനക്കാരും ചേർന്നാണ് മരുന്ന് കടത്തിയിരുന്നത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 10 ലക്ഷം രൂപയുടെ മരുന്നുകൾ വെയർഹൌസിൽ നിന്ന് മോഷണം പോയതായി ഉന്നത ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ ഷോപ്പിന് ഈ മരുന്നുകൾ വെയർഹൌസ് ജീവനക്കാരൻ നൽകിയതായാണ് സൂചന. മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ ജീവനക്കാരനായ ഇദ്ദേഹം സ്വകാര്യ മെഡിക്കൽ ഷോപ്പിലും രഹസ്യമായി പണിയെടുത്തിരുന്നു. കാരുണ്യ മെഡിക്കൽ ഫാർമസികളിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ക്യാൻസർ രോഗ ചികിത്സയ്ക്കുള്ള വില കൂടിയ മരുന്നുകൾ ഇവിടെ നിന്ന് വാങ്ങി സ്വകാര്യ ഷോപ്പുകൾക്ക് മറിച്ചു വിറ്റതിലും ഇവിടുത്തെ ചില ജീവനക്കാരുള്ളതായും പറയുന്നു. വിവിധ സ്ഥലങ്ങളിൽ ബിനാമി പേരുകളിൽ സ്വന്തം മെഡിക്കൽ ഷോപ്പുകളുള്ള ചില ജീവനക്കാരും ഇവിടെ ജോലി ചെയ്തവരിലുണ്ട്. ലക്ഷങ്ങളുടെ മരുന്ന് തിരിമറി പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ INTUC ആഭിമുഖ്യമുള്ള ചില ജീവനക്കാർ ഇടപെട്ട് തിരിമറി നടത്തിയ ജീവനക്കാരെ സ്ഥലം മാറ്റിയിരുന്നു. അതേസമയം മറ്റ് ജില്ലയിലെ വെയർഹൌസിലേക്ക് സ്ഥലം മാറിയ ഇവരെ വകുപ്പ് തല തുടർ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ചില ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശ്രമിക്കുന്നതായും ആക്ഷേപമുണ്ട്. സാധാരണക്കാരായ രോഗികൾക്ക് വില കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഈ കാരുണ്യ ഫാർമസി തുടങ്ങിയത്. എന്നാൽ ഇതിനകത്തുള്ള ചില ജീവനക്കാരുടെ ഒത്താശയോടെ പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ പോകുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. അഖിലേഷിനൊപ്പം സുനിൽ അരുമാനു. കൂട്ടമായി എത്തിയ തെരുവ് നായ്ക്കൾ പശുക്കിടാവിനെ കടിച്ചു കീറി. ചേർത്തല മുനിസിപ്പാലിറ്റി 15-ാം വാർഡിലാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ പശുക്കിടാവ് അവശ നിലയിലാണ്. കാഴ്ചയിലേക്ക്. ചൊവ്വാഴ്ച പുലർച്ചെ 2:30യോടെയാണ് 9 നായ്ക്കൾ കൂട്ടമായി എത്തി പശുക്കിടാവിനെ ആക്രമിച്ചത്. ചേർത്തല മുനിസിപ്പൽ 15-ാം വാർഡിൽ മണവേലി കുരീക്കൽ ഉലഹന്നാൻ ജോസഫിന്റെ 5 മാസം പ്രായമുള്ള പശുക്കിടാവിനാണ് കടിയേറ്റത്. പശുക്കളുടെ കൂട്ടക്കരച്ചിൽ കേട്ട് വീട്ടുകാരും നാട്ടുകാരും ഓടിയെത്തിയപ്പോഴാണ് നായ്ക്കൾ പശുക്കിടാവിനെ ആക്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പുറത്തും നടുവിനും മറ്റും മാരകമായി പരിക്കേറ്റ പശുക്കിടാവ് അവശനിലയിലാണ്. തീറ്റയെടുക്കാനോ എഴുന്നേൽക്കാനോ സാധിക്കാത്ത സ്ഥിതിയിലാണ്. മൃഗഡോക്ടർ സ്ഥലത്തെത്തി പരിശോധിച്ച് പേവിഷത്തിനെതിരെയുള്ള കുത്തിവയ്പ് ഉൾപ്പെടെ നൽകി. ഇതേ വീട്ടിലെ 25 കോഴികളെയും നിരവധി താറാവുകളെയും വളർച്ചയെത്തിയ ആടിനെയും നായ്ക്കൾ കൊന്നത് അടുത്തിടെയാണ്. സമീപവാസികളും തെരുവുനായ ആക്രമണത്തിന് ഇരകളായിട്ടുണ്ട്. ഇവിടെ കാട് പിടിച്ച പുരയിടത്തിലാണ് നായ തമ്പടിക്കുന്നതും പെറ്റുപെരുകുന്നതും. നിരന്തരം ആക്രമണം നടക്കുന്നതിനാൽ നാട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. ഇന്നലെ രാത്രി 2 മണിയായപ്പോഴത്തേക്ക് 9 പട്ടി വന്ന് ഒരു കിടാവിനെ ഉപദ്രവിച്ച് കടിച്ച് കീറുകയൊക്കെ ചെയ്തു. ഞങ്ങൾ എണീറ്റ് വന്നപ്പോൾ പട്ടി എല്ലാം കൂടി കിള കൂടി ഈ കിടാവിൻ്റെ അടിക്കാൻ നിൽക്കണം. പിന്നെ 25 കോഴി 10 താറാവ് ഇതുപോലെ അതിന് 2-3 ദിവസത്തിന് മുമ്പായിട്ട് കൂട്ടിൽ നിന്ന് മൊത്തത്തിനെയും പിടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു രക്ഷയില്ല. ഇത് ഈ ഒരു ശല്യം, പട്ടിയുടെ ശല്യമാണ്. നേരം വെളുത്ത വൈകണം പകലും രാത്രിയൊന്നും ഇല്ലാതെ കണ്ട് ഈ പിടിച്ചുകൊണ്ട് പോക്കലാണ് താറാവിനെയും പട്ടി കോഴീനെയും. പകൽ പോലും ഞങ്ങൾക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. പകൽ ഞങ്ങളിട്ടുണ്ട് ഓടിക്കാൻ. ഞങ്ങൾ ഈ ഇതുപോലുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുമ്പോഴത്തേനും ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ചെയ്യണം. ഞങ്ങളുടെ കിഴക്കുപുറത്തൊരു വലിയ കാടാണ്. ആ കാടെങ്കിലും ഒന്ന് വെട്ടിത്തെളിച്ച് പട്ടി മുഴുവനും അതിനകത്താണ്. ഞങ്ങൾ പുറകെ ഓടി ചെല്ലുമ്പോഴത്തേനും ഞങ്ങളുടെ നേരെ തിരികെയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ഇറങ്ങി നടക്കാൻ രക്ഷയില്ലാത്തൊരു ഒരു വലിയൊരു അന്തരീക്ഷമാണ് ഇവിടെ. സ്കൂൾ കുട്ടികളെയാണ് തെരുവ് നായ്ക്കൾ കൂടുതലായും ആക്രമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഒഡീഷയിലെ ഉത്കൽ സർവകലാശാലയിൽ പെൺകുട്ടികളെ ശല്യപ്പെടുത്തിയ അധ്യാപകനെ വിദ്യാർത്ഥിനികൾ കൈകാര്യം ചെയ്തു. സംഭവത്തിന്റെ വീഡിയോ പെൺകുട്ടികൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശല്യക്കാരനായ അധ്യാപകനെ പോലീസിന് കൈമാറി. കാഴ്ചയിലേക്ക്. ക്ലാസ് വിട്ട് ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥികളോട് കൂടെ വരുന്നോ എന്ന് ചോദിച്ച ഞരമ്പ് രോഗിയായ അധ്യാപകനെയാണ് പെൺകുട്ടികൾ കൈകാര്യം ചെയ്തത്. അരിശം തീരുവോളം മർദ്ദിച്ച അധ്യാപകനെ പെൺകുട്ടികൾ തന്നെ പോലീസിന് കൈമാറി. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുകയും പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ച് വീഡിയോ അടക്കം പെൺകുട്ടികൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്.
സർവകലാശാലയിൽ ട്യൂട്ടറായ വിനോദ് കുമാർ സാഹുവാണ് പെൺകുട്ടികളോട് മോശമായി പെരുമാറിയത്. ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു പെൺകുട്ടികളോട് മോശമായി പെരുമാറിയ വിനോദ് കുമാർ സാഹു നടന്നു പോവുകയും ചെയ്തു. പെൺകുട്ടികൾ ഹോസ്റ്റലിലുള്ള കൂട്ടുകാരികളെ വിളിച്ചു വരുത്തിയ ശേഷം വിനോദ് കുമാർ സാഹുവിനെ ക്യാമ്പസിൽ തിരഞ്ഞു കണ്ടുപിടിച്ചാണ് കൈകാര്യം ചെയ്തത്. മുളവടികളും കയ്യിൽ പിടിച്ചാണ് പെൺകുട്ടികൾ ഇയാളെ നേരിട്ടത്. പരസ്യമായി ജനങ്ങൾക്കിടയിലിട്ടാണ് ഇയാളെ പെൺകുട്ടികൾ കൈകാര്യം ചെയ്തത്. ഉത്കൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ട്യൂഷൻ നൽകുന്നയാളാണ് വിനോദ് കുമാർ സാഹ. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ആദ്യം പെൺകുട്ടികൾ മോശം പെരുമാറ്റം അവഗണിച്ചെങ്കിലും ഇയാൾ ബൈക്കിൽ പിന്നാലെയെത്തി വീണ്ടും മോശമായി സംസാരിക്കുകയും കൂടെ ചെല്ലാൻ പറയുകയുമായിരുന്നു. അടുത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അടുത്തേക്ക് വന്നപ്പോൾ ഇയാൾ ബൈക്ക് ഓടിച്ചു പോവുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പെൺകുട്ടികൾ ഇയാളെ തെരഞ്ഞുപിടിച്ചെത്തി കൈകാര്യം ചെയ്തത്. ഇയാളെ പിന്നീട് പോലീസിനെ വിളിച്ചു വരുത്തി കൈമാറുകയും ചെയ്തു. ഇവർ തന്നെ ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ പുറംലോകത്തെ അറിയിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. ഉത്തർപ്രദേശിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട 12 വയസ്സുകാരൻ അച്ഛന്റെ ചുമലിൽ മരിച്ചു. കാൺപൂരിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമുണ്ടായത്. ഞായറാഴ്ച മുതൽ കടുത്ത പനി ബാധിച്ച അൻഷിനെ വീടിനടുത്ത ക്ലിനിക്കിലെത്തിച്ചെങ്കിലും കുറയാത്തതിനാൽ അച്ഛൻ സുനിൽ കാൺപൂരിലെ ലാലാ ലജ്പത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ മകന്റെ രോഗാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്ന ഡോക്ടർമാർ കുറച്ച് അകലെയുള്ള കുട്ടികളുടെ മെഡിക്കൽ സെന്ററിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. 1/2 കിലോമീറ്റർ അകലെയുള്ള സെന്ററിലേക്ക് മകനെയും ചുമലിലേറ്റി നടന്നെത്തുമ്പോൾ സുനിൽ അറിഞ്ഞിരുന്നില്ല പൊന്നോമനപുത്രൻ തന്റെ ചുമലിൽ കിടന്ന് യാത്രയായെന്ന്. മകൻ മരണപ്പെട്ട അച്ഛന്റെ വിലാപങ്ങൾക്കോ തേങ്ങലുകൾക്കോ കാതുകൊടുക്കാതെ മൃതദേഹം വീട്ടിലെത്തിക്കാനും ആ അച്ഛനെ ആരും സഹായിച്ചില്ല. നിശ്ചലമായ മകന്റെ ശരീരവുമായി ആ പിതാവ് വീട്ടിലേക്ക് പോയതും ചുമലിലേറ്റി തന്നെ. ഇന്ത്യയിലെ കൽക്കരിപ്പാടം അഴിമതി കേസിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തൽ. കൽക്കരി വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗിന്റെ അറിവോടുകൂടിയാണ് കൽക്കരി പാടങ്ങൾ അനുവദിച്ചതെന്ന് മുൻ കൽക്കരി സെക്രട്ടറി HC ഗുപ്ത പ്രത്യേക കോടതിയിൽ മൊഴി നൽകി. മൻമോഹൻ സിംഗിനെ വിചാരണ ചെയ്യണമെന്ന് കേസിൽ ഉൾപ്പെട്ട JLD യവാത്മാൽ കമ്പനി കോടതിയിൽ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട്. ഛത്തീസ്ഗഡ് ആസ്ഥാനമായ JLD യവാത്മാൽ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അനധികൃതമായി കൽക്കരി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വിചാരണ ചെയ്യണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടത്. കൽക്കരി സെക്രട്ടറിയെ വിചാരണ ചെയ്യാമെങ്കിൽ വകുപ്പിന്റെ തലവനായിരുന്ന മൻമോഹൻ സിംഗിനെ കൂടി വിചാരണ ചെയ്യണമെന്ന് കമ്പനി അഭിഭാഷകൻ വിജയ് അഗർവാൾ പ്രത്യേക കോടതിയോട് ആവശ്യപ്പെട്ടു. കമ്പനി അധികൃതരെ കൂടാതെ മുൻ കോൺഗ്രസ് MP വിജയ് ദാർദ, ഇയാളുടെ മകൻ ദേവേന്ദ്ര ദാർദ, മുൻ കൽക്കരി സെക്രട്ടറി HC ഗുപ്ത തുടങ്ങിയവരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. കമൽ സ്പോഞ്ച് സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മധ്യപ്രദേശിൽ കൽക്കരിപ്പാടം അനുവദിച്ച മറ്റൊരു കേസിലാണ് മുൻ കൽക്കരി സെക്രട്ടറി HC ഗുപ്ത മൻമോഹൻ സിംഗിനെതിരെ മൊഴി നൽകിയത്. കൽക്കരിപ്പാടം അനുവദിച്ചത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അറിവോടുകൂടിയാണെന്ന് HC ഗുപ്ത കോടതിയെ അറിയിച്ചു. കൽക്കരിപ്പാടം അനുവദിക്കാൻ തീരുമാനിച്ച 36ാമത് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് അയച്ചു നൽകിയിരുന്നു എന്നാണ് വ്യക്തമാക്കിയത്. പുതിയ വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ കൽക്കരി അഴിമതി കേസിൽ മൻമോഹൻ സിംഗും കോൺഗ്രസ് നേതൃത്വവും പ്രതിരോധത്തിലായിരിക്കുകയാണ്. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി നൽകാനായി ഭിക്ഷയാചിക്കുന്ന ബാലന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. പിതാവിന്റെ മരണാനന്തര സഹായം ലഭിക്കാനായാണ് 15-കാരനായ അജിത് ഭിക്ഷാടനം നടത്തുന്നത്. നൽകാൻ പണമില്ലാത്തതിനാൽ ഭാര്യയുടെ മൃതദേഹവും പേറി കിലോമീറ്ററുകളോളം നടന്ന നാനാമാഞ്ചിക്കും ആശുപത്രിയിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെ മരിച്ച ഭാര്യയുടെ മൃതദേഹവുമായി കൊടുങ്കാട്ടിൽ പിഞ്ചുകുഞ്ഞിനെയും വൃദ്ധയായ മാതാവിനുമൊപ്പം നിസ്സഹായനായി നിന്ന രാംസിക് ലോധിക്കും പിന്നാലെയാണ് ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിന്റെ ദയനീയമുഖം അനാവരണം ചെയ്യുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നത്. ഇതെല്ലാം വിദൂര കാഴ്ചകളാണെന്ന് കരുതി ഇനി ആശ്വസിക്കാനാവില്ല. വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി നൽകാനായി ഭിക്ഷയാചിക്കുന്ന 15-കാരനെക്കുറിച്ചുള്ള വാർത്തയെത്തുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ വില്ലുപുരത്തു നിന്നുമാണ്. കഴിഞ്ഞ വർഷമാണ് കുനത്തൂർ ഗ്രാമത്തിൽ കർഷകനായ കോലാഞ്ചി അസുഖബാധയെ തുടർന്ന് മരിച്ചത്. തുടർന്നാണ് കോലാഞ്ചിയുടെ മകൻ അജിത് ധനസഹായമായ 12,500 രൂപ ലഭിക്കുന്നതിനായി വില്ലേജ് ഓഫീസ് കയറിയിറങ്ങി തുടങ്ങിയത്. ചെക്ക് അനുവദിക്കണമെങ്കിൽ കൈക്കൂലി നൽകണമെന്ന് കുനത്തൂർ വില്ലേജ് ഓഫീസർ സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു. ഇതു നൽകാൻ വഴിയില്ലാത്തതിനാലാണ് അജിത് ഭിക്ഷാടനം തുടങ്ങിയത്. അച്ഛന്റെ പേരിലുള്ള കർഷക ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും സർക്കാർ അനുവദിച്ച 12,500 രൂപ കിട്ടാൻ 3,000 രൂപ കൈക്കൂലി നൽകാനായാണ് ഭിക്ഷയെടുക്കുന്നതെന്ന ബോർഡ് എഴുതിവെച്ചാണ് അജിത്തിന്റെ ഭിക്ഷാടനം. ബസ്സിലും മറ്റും കയറിയിറങ്ങി പണത്തിനായി യാചിക്കുകയാണ് ഈ ബാലൻ. വിദ്യാർത്ഥിയുടെ ഭിക്ഷാടനം വാർത്തയായതോടെ റവന്യൂ അധികൃതർ ഇടപെട്ട് ആരോപണ വിധേയനായ വില്ലേജ് ഓഫീസറെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി. സംഭവത്തിൽ സർക്കാർ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്.